ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സ്ലീഹാക്കാലം 1-ാം ചൊവ്വാഴ്ച നമ്മുടെ വചനവിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം, കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളുമാണ്. പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് സുവിശേഷത്തിനായി പ്രവർത്തന നിരതരായ സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളും സഭയുടെ ഉദയവും വളർച്ചയുമാണല്ലോ സ്ലീഹാക്കാലത്തിലെ പ്രധാന ധ്യാന വിഷയം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോ പറഞ്ഞ നാണയത്തിൻ്റെ ഉപമയാണ് പറഞ്ഞു വയ്ക്കുക. ഈ സ്ലീഹാക്കാലത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന നാണയത്തിൻ്റെ മതിപ്പ് എത്രയായാലും അതിനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. 5-ഓ 10-ഓ എത്രയായാലും അത് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ വർദ്ധിക്കുകയില്ല. പകരം അത് നമ്മുടെ കഴിവനുസരിച്ച് വർദ്ധിപ്പിക്കുന്നവരായിട്ട് മാറണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലൂടെ പൗലോസ്ലീഹ നമ്മോട് പറയുക, ദാനങ്ങളിലും ശുശ്രൂഷകളിലും പ്രവൃത്തികളിലും എല്ലാവരും വ്യത്യസ്തരാണെങ്കിലും ദൈവമാണ് ഇവ നൽകിയത് എന്ന ഒറ്റ കാരണത്താൽ എല്ലാം പൊതു നന്മയ്ക്കായിട്ട് ചെയ്യുക എന്നാണ്. അനുദിന ജീവിതത്തിൽ നാം എല്ലാം വ്യത്യസ്തരാണ്. കഴിവുകളിലും ജോലികളിലും സാഹചര്യങ്ങളിലുമൊക്കെ നാം എവിടെയായിരുന്നാലും നമുക്ക് സഭയിൽ ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന കൂദാശകളിലെ കൃപകൾ ഒരേ അളവിലാണ്. അതിനെ നാം എത്രത്തോളം കാര്യമായി കരുതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കും. മിശിഹ സഭ വളരും. സ്ലീഹാക്കാലത്തിലെ സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ പോലെ ലഭിച്ച ആത്മാവിൻ്റെ വരദാനങ്ങളാൽ കൂദാശ സ്വീകരണങ്ങൾ വഴിയും സത്പ്രവൃത്തികൾ വഴിയും നന്മകൾ വഴിയും ഒക്കെ നമുക്ക് ആത്മാവിൻ്റെ കൃപകളെ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കാം. നാം എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിൻ്റെ വിശേഷങ്ങളെ, സുവിശേഷത്തെ പ്രഘോഷിക്കാൻ നിരന്തരം ശ്രമിക്കാം. ഈശോ പറഞ്ഞ ഉപമയിലെ നാണയങ്ങൾ ലഭിച്ചവരെ പോലെ അത് വർദ്ധിപ്പിക്കുന്നവരായിട്ട് മാറാൻ ശ്രമിക്കാം. സുവിശേഷത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ, നമ്മുടെ വ്യത്യസ്തതകളെ ഒക്കെയും നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ വർദ്ധിപ്പിക്കുന്നു എന്ന കാരണത്താൽ അവൻ കൂടുതൽ സമൃദ്ധി നമുക്ക് നൽകും. അനുദിന ജീവിതത്തിൽ നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ അവൻ കരുതലോടുകൂടി സംരക്ഷിക്കും. നമുക്ക് നന്മയായി ഭവിക്കും. നിൻ്റെ വ്യത്യസ്തതകളിലും ഏറ്റക്കുറച്ചുകളിലൂടെയും നേടേണ്ടവരെ നിൻ്റെ ചുറ്റിലുമുണ്ട്. നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളുടെ വ്യത്യസ്തത അവരെയും നേടേണ്ടതിനാണ്. അവരിലേക്ക് ഈശോയെ കൊടുക്കാം. നന്മ നിറഞ്ഞവരാകാം. ഈ ലോകം നന്മയുള്ളതാക്കാം. ഈശോ ഉത്ഥാനശേഷം ആശംസിച്ചതുപോലെ നമുക്ക് പരസ്പരം ആശംസിക്കാം. നിങ്ങൾക്ക് സമാധാനം. ആമീൻ.